ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് പേപ്പറെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അതുപോലെ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എഴുതിയിട്ട് പോകേണ്ടി വരും, ടീച്ചേഴ്സ് ഹോംവർക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ലൈക്ക് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഉദ്ഗ്രഥനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ പഠന നിലവാരം പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, എത്ര പ്രവർത്തനങ്ങളുണ്ട് എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പ്രവർത്തനമാണ് അപ്പം അപ്പം പാടാം എഴുതാം. നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചാലോ. തപ്പു തപ്പു തപ്പാണി, തപ്പും കൊട്ടി പാടാലോ. അപ്പം അപ്പം നൂലപ്പം, നൂലുപോലെ നൂലപ്പം. തപ്പു തപ്പു തപ്പാണി, തപ്പും കൊട്ടി പാടാലോ. അപ്പം അപ്പം അച്ചപ്പം, പൂവ് പോലെ അച്ചപ്പം. അപ്പം നമ്മളിതിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ള വരികൾ നമ്മൾ എഴുതണം അല്ലേ. അപ്പം നമുക്ക് നോക്കിയാലോ ആൻസർ. തപ്പു തപ്പു തപ്പാണി, തപ്പും കൊട്ടി പാടാലോ. അപ്പം അപ്പം നെയ്യപ്പം, തേൻ പോലെ നെയ്യപ്പം. നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? ഇതുപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നോക്കാം അടുത്തത് പ്രവർത്തനം 2, പലഹാരങ്ങൾ തരംതിരിച്ച് എഴുതാനാണ്. അപ്പം നമുക്ക് ഇപ്പുറത്ത് എന്തൊക്കെയാ? ദോശ, പുട്ട്, ഉണ്ണിയപ്പം, നെയ്യപ്പം, വടയെല്ലാം തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് പൊറോട്ട, ഇലയട, അച്ചപ്പം, നൂലപ്പം, ചപ്പാത്തി ഇത്രയും തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ആവിയിൽ വേവിച്ചതാണോ, ചുട്ടെടുത്തതാണോ, വറുത്തെടുത്തതാണോ എന്ന് എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ കഴിക്കുന്ന പുട്ടൊക്കെ എന്താ ആവിയിൽ വേവിച്ചതാണ്. ഉണ്ണിയപ്പമൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? വറുത്തെടുക്കുകയാണ് അല്ലേ. അതുപോലെ ചുട്ടെടുക്കണതുണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ, ഉത്തരങ്ങൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ചുട്ടെടുത്തത് ദോശ, ആവിയിൽ വേവിച്ചത് പുട്ട്, വറുത്തെടുത്തത് ഉണ്ണിയപ്പം, നെയ്യപ്പം, വട. പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതിയിട്ട് എല്ലാം കൂടി വായിക്കാം കേട്ടോ. അപ്പം ആവിയിൽ വേവിച്ചു നോക്കൂ കൂട്ടുകാരെ. പുട്ട്, നൂലപ്പം, ഇലയട. ചുട്ടെടുത്തതോ ദോശ, ചപ്പാത്തി, പൊറോട്ട. വറുത്തെടുത്തതോ ഉണ്ണിയപ്പം, വട, നെയ്യപ്പം, അച്ചപ്പം. പ്രവർത്തനം 2 എല്ലാം കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഇതെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ A, B എന്നുള്ള ഗ്രേഡുകളെല്ലാം കിട്ടും. നമുക്ക് നോക്കാം അടുത്തത് പ്രവർത്തനം 3, പുഴക്കരയിൽ കണ്ടത്. പുഴക്കരയിൽ കണ്ടത് എന്തെല്ലാം? നിങ്ങൾ നോക്കൂ, പുഴക്കരയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുഴക്കരയിൽ നിങ്ങൾക്ക് ആരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഞാൻ നോക്കുമ്പോൾ എനിക്കിതിൽ മരങ്ങളെ കാണാം, പക്ഷികളെ കാണുന്നുണ്ട്, കുരങ്ങന്മാരെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മുയലുണ്ട് അല്ലേ, പിന്നെ ഒരാൾ തോണി തുഴഞ്ഞു പോകുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ മാങ്ങയാണ് തൂങ്ങി നിൽക്കുന്നത്, ഇതെല്ലാം കാണുന്നുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം നമ്മൾ എടുത്ത് എഴുതണം. അതാണ് നമ്മുടെ പ്രവർത്തനം 3. നമുക്ക് എഴുതിയാലോ. എഴുതിക്കോളൂ. ആദ്യം തോണി തുഴഞ്ഞു പോകുന്ന ആളുകൾ, മരപ്പൊത്തിലിരിക്കുന്ന തത്ത, മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന കുരങ്ങൻ, ചാടിച്ചാടി പോകുന്ന മുയൽ, വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും പാറിപ്പറക്കുന്ന തുമ്പികളും പൂമ്പാറ്റകളും, പാറിപ്പറക്കുന്ന പക്ഷികൾ. ഇത്രയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്യുക കേട്ടോ, എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത് പിന്നെ നീന്തി തുടിക്കുന്ന അരയന്നം, വെള്ളത്തിൽ ചാടിക്കളിക്കുന്ന മീനുകൾ. ഇത്രയും നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അടുത്തത് പ്രവർത്തനം 4, കരയിലും വെള്ളത്തിലും. അപ്പോൾ കരയിലുള്ള ജീവികളും വെള്ളത്തിലുള്ള ജീവികളെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കരയിൽ ജീവിക്കുന്നവയുടെ പേര് ഈ ബോക്സിൽ, വെള്ളത്തിൽ ജീവിക്കുന്നവയുടെ പേര് ഈ ബോക്സിൽ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയുടെ പേര് ലാസ്റ്റ് ബോക്സിൽ എഴുതണം. അപ്പം നമുക്ക് ആദ്യം കരയിൽ മാത്രം ജീവിക്കുന്നവയുടെ എഴുതാട്ടോ. ഒരുമിച്ച് നോക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ആൻസേഴ്സ്. കരയിൽ മാത്രം ജീവിക്കുന്നവയാണ് ഉറുമ്പ്, കോഴി, മുയൽ, കുരങ്ങൻ.
വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവയാണ് മീൻ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ ആരൊക്കെയാ? തവള, താറാവ്, ഞണ്ട്, ആമ. ഓക്കെ. അടുത്തത് പ്രവർത്തനം 5, വീടുകൾ, കൂടുകൾ. നമുക്ക് ഇവിടെ കുറച്ച് ജീവികളുടെ കൂടുകൾ തന്നിട്ടുണ്ട്. അവർ ജീവിക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് ചേർക്കണം. അപ്പൊ തത്ത ഏതിലാണ്? കുരുവി ഏതില? മുയൽ ഏതില? കാക്ക ഏതില എന്ന് നമ്മൾ ആദ്യം നോക്കാം. തത്ത ഈ ഒരു മരപ്പൊത്തിലാണ് തത്ത കേട്ടോ, തെങ്ങിൻ്റെയാണ്. കുരുവി ഈ കൂട്ടിലാണ് കുരുവി. പിന്നെ മുയൽ ഈ കൂട്ടിലാണ് മുയൽ വരിക, മാളത്തിൽ. അടുത്തത് കാക്ക ഈ കൂട്ടിൽ, ഫസ്റ്റത്തേല്. അടുത്ത ചോദ്യം എന്താ? മാളത്തിൽ ജീവിക്കുന്ന മറ്റൊരു ജീവിയുടെ പേരെഴുതുക. എലി. അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നോട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പറെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്ക് എത്ര മാർക്കുകൾ കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്ര ഗ്രേഡാണ് കിട്ടിയെന്നുള്ളതായിരിക്കും. എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 1ാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോംവർക്കിന് വേണ്ട കാര്യങ്ങളും എല്ലാം ലഭ്യമായിരിക്കും. നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ വീഡിയോ ആണ് വേണ്ടത്, 1ാം ക്ലാസ്സിൻ്റെ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ എക്സാമിൻ്റെ ആൻസർ കീ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക? അതെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റും വെച്ചിട്ട് ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്കപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാം ശരിയാണോ, ടീച്ചർ കറക്റ്റായിട്ടാണോ മാർക്ക് തന്നിരിക്കുന്നത്, എ ഗ്രേഡ് തന്നെ കിട്ടിയിട്ടുണ്ടോ അതോ ബി ഗ്രേഡ് ആണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കൂട്ടുകാരെല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.